ഒരു സിംഗിൾ ഫേസ് സബ്മേഴ്സിബിൾ പമ്പ് വാങ്ങുമ്പോൾ അതിന് കൂടെ ഒരു പമ്പ് സെറ്റ് ഉണ്ടാവും, നമുക്ക് ഒരു 3 കോർ കേബിൾ ഉണ്ടാവും. അത് 3 മീറ്ററിലും 10 മീറ്ററിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരു സ്റ്റാർട്ടർ കപ്പാസിറ്റർ പാനലും ഉണ്ടാറുണ്ട്. പമ്പ് വാങ്ങുന്ന ചില കസ്റ്റമറെങ്കിലും എന്നോട് ചോദിക്കാറുണ്ട്, ഈ 3 വയർ, അതായത് ഈ RYB കണക്ഷൻ നമുക്ക് ഫേസും ന്യൂട്രലും എർത്തും അല്ലേ, നമുക്ക് ഇത് ഒരു 3 പിൻ പ്ലഗിൽ ഡയറക്റ്റ് കൊടുത്ത് ഇത് ഓടിക്കാൻ പറ്റുമെന്ന് പല കസ്റ്റമേഴ്സും എന്നോട് ചോദിക്കാറുണ്ട്. എന്നാൽ അതങ്ങനെയല്ല. ഈ 3 വയർ നമ്മൾ ഇതിനകത്ത് കൊടുത്തേക്കുന്നത് ഈ കാണുന്ന പാനൽ ബോർഡിനകത്താണ് നമ്മൾ ഇത് കൊടുക്കേണ്ടത്. കാരണം ഈ പാനലിലാണ് ഈ പമ്പിന്റെ കപ്പാസിറ്റർ വരുന്നത്. ഈ ഒരു സബ്മേഴ്സിബിൾ പമ്പിന്റെ ഉള്ളിലൊന്നും തന്നെ കപ്പാസിറ്റർ വെച്ചിട്ടില്ല. കാരണം ഇത് നമ്മുടെ വെള്ളത്തിനകത്ത് അല്ലെങ്കിൽ കിണറിനകത്താണ് പമ്പ് വെക്കുന്നത്. ആ വെക്കുന്ന സമയത്ത് കപ്പാസിറ്റർ ഡാമേജ് ആയി കഴിഞ്ഞാൽ പമ്പ് പുറത്തെടുത്താലേ നമുക്കത് റിപ്പയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എല്ലാ കമ്പനികളും ഇങ്ങനെ ഒരു ചെറിയൊരു ബോക്സ് വെക്കും. ആ ബോക്സിന്റെ ഉള്ളിലായിട്ട് കപ്പാസിറ്റർ നമുക്ക് ഇവിടെ പുറത്തിരിക്കുന്നത് കാണാം. അപ്പോൾ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ കപ്പാസിറ്റർ നമ്മൾ പുറത്ത് വെച്ചിട്ട് ഇത് റിപ്പയർ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഈ ഒരു കപ്പാസിറ്റർ പാനൽ കൊടുക്കുന്നത്. അപ്പോൾ ഈ കപ്പാസിറ്ററിൽ കൊടുക്കാൻ വേണ്ടിയുള്ള 3 വയറാണ് നമ്മൾ ഈ പമ്പിൽ കാണുന്നത്. ആ 3 വയർ നമ്മുടെ ഈ പാനലിൽ കാണുന്ന 2 മോട്ടോർ, ആ വരുന്ന ലൈനാണ് RYB, അതായത് റെഡ് യെല്ലോ ബ്ലൂ എന്ന് പറയുന്ന ലൈൻ ഇവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഈ ഫേസ് ന്യൂട്രൽ കാണിച്ചിരിക്കുന്നത് PN കാണിക്കുന്നത് അത് ഫേസ് ന്യൂട്രലാണ്. അതാണ് നമ്മുടെ പവർ സപ്ലൈ ലൈൻ കൊടുക്കേണ്ടത്. ഈ ഒരു കണക്ഷൻ അല്ലാതെ നമ്മൾ ഡയറക്റ്റ് കൊടുക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും പമ്പ് ഡാമേജ് ആവും. പമ്പ് സെറ്റുകളെ പറ്റിയുള്ള കൂടുതൽ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേ ട്യൂൺഡ്.